CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ തൈക്കണ്ടിക്കെതിരായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ ശക്തമാക്കുന്നു. വിദേശത്തേക്ക് ഹവാല ചാനലുകൾ വഴി പണം കടത്തിയതിലും വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നതിലും കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് ഇഡിയുടെ നീക്കം. വീണയുടെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്ത കൈയെഴുത്ത് കണക്കുകളടങ്ങിയ ഡയറിയാണ് കേസിൽ വഴിത്തിരിവായത്. ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പണം കൃത്യമായി ഏത് ഹവാല ചാനൽ വഴിയാണ് കൈമാറിയതെന്നും ഏത് വ്യക്തിക്കാണ് വിദേശത്ത് ലഭിച്ചതെന്നും കണ്ടെത്താനാണ് ഇഡി ശ്രമിക്കുന്നത്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് പണം കടത്തിയതിനു പുറമെ അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് ആശയവിനിമയം നടത്താൻ വീണ വ്യാജ സിം കാർഡ് ഉപയോഗിച്ചു എന്ന കണ്ടെത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളുടെ പേരിലെടുത്ത സിം കാർഡ് ഉപയോഗിച്ച് ഇന്റർനെറ്റ് കോളുകൾ വഴിയാണ് വീണ സന്ദേശങ്ങൾ കൈമാറിയതെന്ന് ഇഡി വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമാണോ ഈ രീതി ഉപയോഗിച്ചതെന്നാണ് കേന്ദ്ര ഏജൻസി പരിശോധിക്കുന്നത്. വീണ ഉപയോഗിച്ച വ്യാജ സിം കാർഡിന്റെ യഥാർത്ഥ ഉടമയെ അന്വേഷണ സംഘം ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ നേതാവും ഡെസ്റ്റിനേഷൻ മാനേജറുമായ നന്ദുലാലിന്റെ പേരിലാണ് ഈ സിം കാർഡ് എടുത്തിരുന്നത്. 2024 മുതൽ നന്ദുലാലിന്റെ പേരിലുള്ള ഈ സിം കാർഡ് വീണ തുടർച്ചയായി ഉപയോഗിച്ചു വരികയായിരുന്നുവെന്ന് ഇഡിയുടെ പരിശോധനയിൽ തെളിഞ്ഞു. നന്ദുലാലിന്റെ പേരിൽ എടുത്ത സിം കാർഡ് നേരിട്ട് മൊബൈൽ ഫോണിൽ ഇടുന്നതിന് പകരം വൈഫൈ റൂട്ടറിലാണ് ഉപയോഗിച്ചിരുന്നത്. റൂട്ടർ വഴി ഇന്റർനെറ്റ് അധിഷ്ഠിത കോളുകൾ ചെയ്യാനും ഹവാല ഇടപാടുകൾക്കുമുള്ള രഹസ്യ ആശയവിനിമയത്തിനുമാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചതെന്ന് ഇഡി സംശയിക്കുന്നു. വൈഫൈ റൂട്ടർ ഉപയോഗിച്ചുള്ള ആശയവിനിമയം ആയതിനാൽ കോളുകൾ ട്രാക്ക് ചെയ്യുന്നത് എളുപ്പമല്ല എന്നതും ഇതിന് കാരണമായി. അതേസമയം കേസിൽ നന്ദുലാൽ ഇഡിക്ക് നൽകിയ മൊഴി പുറത്തുവന്നത് വീണയ്ക്ക് കൂടുതൽ തിരിച്ചടിയായിട്ടുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ സ്വന്തം പേരിൽ സിം കാർഡ് എടുത്തു നൽകിയതെന്ന് നന്ദുലാൽ വെളിപ്പെടുത്തി. മുഹമ്മദ് റിയാസ് തന്റെ അടുത്ത സുഹൃത്താണെന്നും വീണയെ പരിചയമുണ്ടെന്നും നന്ദുലാൽ ഇഡിയോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിം കാർഡ് എന്താവശ്യത്തിനാണ് അവർ ഉപയോഗിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നാണ് നന്ദുലാലിന്റെ നിലപാട്. റിയാസ് ടൂറിസം മന്ത്രിയായിരിക്കെയാണ് ഡിവൈഎഫ്ഐ നേതാവായ നന്ദുലാലിനെ കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ മാനേജറായി നിയമിക്കുന്നത്.